ഒരു സിനിമ കൂടിയാണ്. ശ്രീ സജീവ് പാഴൂർ തിരക്കഥാകൃത്ത് ടെലിഫോൺ ലൈനിൽ. സജീവ്, എങ്ങനെയാണ് താങ്കളുടെ ബന്ധം ഷാജി എൻ കരുണുമായി? 2003 മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വർക്ക് ചെയ്തതാണ്. എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ആരുടെങ്കിലും ഒരു കടപ്പാട് ഉണ്ടെങ്കിൽ അത് ഒരേ ഒരാളോട് ഷാജി സാറോട് മാത്രമേ. കാരണം അത്രയേറെ ഞങ്ങളെ സിനിമ ഗൗരവമായിട്ട് കാണേണ്ട മേഖലയാണെന്നും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സംവിധായകൻ എന്നുള്ള അപ്പുറത്തേക്ക് എനിക്കൊരു ഞങ്ങളുടെ കുറച്ച് ഉത്തരവാദിത്തത്തോട് പെരുമാറുന്ന വേറൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് സാറുമായിട്ടുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത്. അന്ന് 2003 മുതൽ ഇന്ന് വരെ അതുപോലെ തന്നെ മുമ്പോട്ട് ഒരിക്കപ്പോഴും ഒരു വഴക്ക് പറയുകയോ അത് നമ്മൾ ആഗ്രഹിക്കുന്നു. വഴക്ക് പറഞ്ഞത് നന്നായിരുന്നു നമ്മൾ ആലോചിച്ച് പോലെ ചിലപ്പോൾ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ്ങിന്റെ ഒക്കെ സമയങ്ങളിലൊക്കെ. അപ്പൊ അത്തരത്തില് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് തുടങ്ങി അതൊരു സാറിന്റെ 2 പടങ്ങൾ ഞാൻ എഴുതിയിരുന്നു. മഴവില്ലിന്റെ എന്ന് പറയുന്ന പടം എഴുതിയിരുന്നു, അത് പുറത്തിറങ്ങിയിട്ടില്ല. സോപാനം എന്ന് പറയുന്ന പടം ഞാൻ എഴുതിയിരുന്നു. അല്ലാതെ കുറെ ഒരുപാട് ഡോക്യുമെന്റുകൾക്ക് അസോസിയേറ്റ് എഴുത്തൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഈ ഘട്ടങ്ങളാണ് സത്യത്തിൽ നമുക്കിതൊരു പ്രധാനപ്പെട്ട ഒരു സീരിയസ് ആയിട്ടൊരു മേഖലയാണെന്നൊക്കെ ഒരു ബോധ്യപ്പെടുത്തുന്ന ഒരു ഉണ്ടാക്കി തന്നത് സാറിന്റെ മാത്രം ഒരു ഇതായിരുന്നു. അപ്പൊ അതിന് വായിക്കണം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, റിസർച്ചുകൾ വേണം. ഇങ്ങനൊരു അദ്ദേഹം സിനിമ ചെയ്യുക മാത്രമല്ല, സിനിമ എന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള കലാരൂപമാണ് എന്ന് ബോധ്യപ്പെടുത്തി സിനിമ ചെയ്യുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച, ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരാളാണ്. എനിക്ക് അത്തരത്തിൽ അദ്ദേഹം കൂടുതൽ ആ രീതിയിൽ വളരെ നന്നായിട്ട് ലോകത്തിന് അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വീഞ്ഞു പോലെയാണ്, ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നത്. വീഞ്ഞു പോലെയാണ് സിനിമകൾ. അത് ഇനി പഴകുന്തോറും ഭയങ്കരമായ ചർച്ചയുണ്ടാവും. അതിന് അത്ര ഇന്റൻസ് ആണ്, അതിന്റെ ഐഡിയോളജിയും വളരെ ഇന്റൻസ് ആണ്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ സിനിമകൾ. കാരണം ഞങ്ങളത് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എത്രമാത്രം ട്രെയിൻ ഉണ്ട് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം പഠിക്കണം, നമ്മളെന്തെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരാളാണ് ഷാജി സാറിനാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായും അങ്ങനെ ഒരുപാട് ഓർത്തെടുക്കാനുണ്ട്. അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾക്ക്. ഇപ്പോൾ സംസാരിച്ചവരൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, കോർഡിനേഷനുമായി ബന്ധപ്പെട്ടായാലും. വിനോദ് തുടരുന്നുണ്ട്.